സംസ്ഥാനത്ത് വീണ്ടും നിപ ചികിത്സയിലുള്ള പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്ക് നിപ സ്ഥിരീകരിച്ചു. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലവും പോസിറ്റീവായി. നാട്ടുകൽ കിഴക്കുപുറം മേഖലയിലെ 3 കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. 59 പേരാണ് യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത്. ഇവർക്കാർക്കും രോഗലക്ഷണമില്ല. റൂട്ട് മാപ്പ് ഉടൻ പുറത്തുവിടുമെന്നും നിയന്ത്രിത മേഖലയിൽ കടകൾ 8 മുതൽ 6 മണിവരെ മാത്രമായിരിക്കും പ്രവർത്തിക്കുകയെന്നും കളക്ടർ പറഞ്ഞു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് കിഴക്കമ്പുറം പ്രദേശത്ത് 39 വയസ്സുകാരിയായ വീട്ടമ്മ നിപ്പ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് പൂർണ്ണമായും അതോടൊപ്പം തന്നെ ഈ 8-ാം വാർഡിനോട് അതിർത്തി പങ്കിടുന്ന 7, 9, 11 വാർഡുകൾ ഭാഗികമായിട്ടും കണ്ടെയ്ൻമെന്റ് സോണായി അഥവാ രോഗിയുടെ വീടിന് ചുറ്റുമുള്ള 3 കിലോമീറ്റർ പരിധി കണ്ടെയ്ൻമെന്റ് സോണായി ജില്ലാ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ. ഇക്ബാൽ, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ? ഏതൊക്കെ വാർഡുകളിലാണ് കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? പ്രത്യേകിച്ച് ഈ കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ടോ ജില്ലാ ഭരണകൂടം? ആര്യ, 10 ദിവസം മുമ്പാണ് പാലക്കാട് തച്ചനാട്ടുകരയ്ക്ക് സമീപം കിഴക്കുംപുറത്തുള്ള ഈ 38 വയസ്സുകാരിക്ക് നിപ്പ ലക്ഷണങ്ങളോടുകൂടി ഇവർ ചികിത്സ തേടുന്നത്. 29-ന് ഈ യുവതിയെ പെരിന്തൽമണ്ണയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ച് ചികിത്സ നൽകുകയായിരുന്നു. ഇതിനിടെ നിപ്പ ലക്ഷണങ്ങൾ കണ്ടതോടുകൂടി യുവതിയുടെ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്ന വൈറോളജി ലാബിൽ പരിശോധനയ്ക്ക് അയക്കുകയും പ്രാഥമിക പരിശോധനയിൽ ഈ നിപ്പ സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നീട് തുടർ പരിശോധനയ്ക്ക് വേണ്ടിയാണ് സാമ്പിൾ പൂനെയിലെ വൈറോളജി ലാബിലേക്ക് അയച്ചത്. ആ പരിശോധനയും ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇതിനോടുകൂടിയാണ് ഇപ്പോൾ നാട്ടുകലിന് സമീപമുള്ള, അതായത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 എന്നീ വാർഡുകൾ ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കരിമ്പുഴ പഞ്ചായത്തിലെ 17, 18 എന്നീ വാർഡുകളും ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ കടകൾ ഉൾപ്പെടെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. മാത്രമല്ല ഈ മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണം, മാസ്ക് ധരിക്കണം എന്ന രീതിയിലുള്ള വിവരങ്ങളും നൽകിയിട്ടുണ്ട്. നിലവിൽ ഈ യുവതിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 59 പേരാണ്. പക്ഷേ ആശ്വാസകരമെന്ന വിവരം എന്ന് പറയുന്നത് യുവതിയുടെ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉൾപ്പെടെ ആർക്കും തന്നെ, ഈ സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇക്കഴിഞ്ഞ 25-നാണ്, അതായത് ജൂൺ 25-നാണ് യുവതിക്ക് ഈ രോഗബാധ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. പിന്നീട് മണ്ണാർക്കാട് ഭാഗത്തുള്ള വിവിധ ആശുപത്രികളിൽ യുവതി ചികിത്സ തേടി 29ഓടുകൂടിയാണ് പെരിന്തൽമണ്ണയിലെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഏതായാലും യുവതി ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ കളക്ടർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. ഏതായാലും വിവിധ കമ്മിറ്റികൾ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ എങ്ങനെയാണ് ഈ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതെന്നുൾപ്പെടെ ഈ കമ്മിറ്റികൾ ഉടൻ തന്നെ തീരുമാനിക്കും. അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. പാലക്കാട് നാട്ടുകൽ കിഴക്കുമുറ സ്വദേശിനിയായിട്ടുള്ള 38 വയസ്സുകാരിക്കാണ് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഈ മേഖലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ 7, 8, 9, 11 വാർഡുകൾ, അതുപോലെ തന്നെ കരിമ്പ ഗ്രാമപഞ്ചായത്തിലെ 17, 18 എന്നീ വാർഡുകളാണ് ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോണായി ഇപ്പോൾ ജില്ലാ ഭരണകൂടം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. പാലക്കാട് നാട്ടുകൽ സ്വദേശിക്ക് നിപ്പ സ്ഥിരീകരിച്ചതോടെയാണ് ഇപ്പോൾ പ്രദേശത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശങ്ങളും പ്രതിരോധ പ്രവർത്തനങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. ഇക്ബാൽ അറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.